വൈബ്രേറ്റർ അടിക്കുന്നതനുസരിച്ച് നമ്മുടെ എല്ലാ വീടുകളും ഭയങ്കരമായ ശക്തമായ കുലുക്കമാണ്. തൽക്കാലം ഞാൻ ഇത്രയും പറയുന്നുള്ളൂ, മനസ്സിലായില്ലേ? കുറച്ചുകൂടെ കഴിഞ്ഞ് നോക്കട്ടെ, പൊതുജനങ്ങളുടെ വികാരം അവർ പിന്നെ മനസ്സിലാക്കിക്കൊള്ളും. അന്ന് തന്നെ ഈ അപകടം ഉണ്ടാകുന്നതിൻ്റെ രാവിലെ തന്നെ റോഡ് പൊളന്ന് രാവിലെ മുതലേ ചെറിയ ചെറിയ രീതിയിലുള്ള പൊളർച്ച ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് പരാതികൾ പല ഭാഗത്തും കംപ്ലൈൻറ്റുകൾ ഉണ്ടായിട്ട് പോലും ഈ റോഡിൻ്റെ കംപ്ലീറ്റ് ഇത്ര കിലോമീറ്റർ റോഡ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യണ്ടേ? ഞങ്ങൾ നേരത്തെ പരാതി ഇവിടെ പണിയുമ്പോഴേ ഞങ്ങൾ പറഞ്ഞു വന്നു, ഇങ്ങനെ ചെയ്ത് പണിഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഇതിൻ്റെ മേളിലൊരു സ്ലാബിൻ്റെ മുകളിൽ നിന്ന് ഇത് കെട്ടിക്കയറി പോയി കഴിഞ്ഞിരുന്നാൽ ഇത് തീർച്ചയായും അപകടം ഉണ്ടാവും. വലിയൊരു അപകടം ഒഴിവായി. ആ കിങ്സ് സ്കൂളിലെ 40 കുഞ്ഞുങ്ങളുമായിട്ട് വന്നതായിരുന്നു. അതെന്തായാലും ഒന്നും പറ്റാഞ്ഞത് വലിയൊരു ഉപകാരം. ഇപ്പോൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത് കറക്റ്റ്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ വണ്ടി വരെ അങ്ങോട്ട് അതിൻ്റെ അടുത്ത് നിന്നതാണ്, ഞാനില്ലായിരുന്നു ആ സമയത്താണ് ഇത്രയും ഒരു അപകടങ്ങൾ ഉണ്ടാവുന്നത്. ഇത് ഡിസൈൻ ചെയ്ത എഞ്ചിനീയർ ഏലമനോ ആയിക്കോട്ടെ, ഒന്ന് അയാളുടെ കുഴപ്പം. പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇവിടെ ഭരണകക്ഷിക്കും കുഴപ്പമില്ല, പ്രതിപക്ഷത്തിനും കുഴപ്പം. ഈ ഇവിടുത്തെ പണി അശാസ്ത്രീയമായ രീതിയിലുള്ള പണിയാണ്. ഇവിടെ ഇതെല്ലാം ഈ ഏലായാണ്, വയലേരിയയാണ്. വയലേരിയയിൽ ഇവിടെ ഒരു കലങ്ങുണ്ടായിരുന്നു. ആ കലങ്ങിൻ്റെ മുകളിൽ വെച്ച് അവർ ഒരു പെട്ടെന്നൊരു കോൺക്രീറ്റ് ചെയ്ത് മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ കെട്ടി ഇങ്ങനെ പോയി. ഇവർ വൈബ്രേറ്റർ വെച്ച് അടിച്ച് ഈ വൈബ്രേറ്റർ അടിക്കുന്നതനുസരിച്ച് നമ്മുടെ എല്ലാ വീടുകളും ഭയങ്കരമായ ശക്തമായ കുലുക്കമാണ്. അത് പിന്നെ ഇവിടെ പെട്ടെന്ന് അതങ്ങ് ഇതായി ഒരു തീവ്രമായ ഒരു ഗോളം പോലെ മുകളിലുണ്ടായി. ഈ മണ്ണ് മൊത്തം ഒലിച്ചു പോവുകയും ഈ പ്രദേശം മൊത്തം അങ്ങ് കുലുങ്ങുകയാണ് ചെയ്തത്. ഇവിടം വരെ ഈ നിൽക്കുന്ന ഈ ഭാഗം വരെ പഴയ കാലത്തെ ഏലായ, കരപ്പുരയുടെ ഒന്നും അല്ല, ഇത് മൊത്തം ഏലാ ഭാഗമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള പണികൾ ചെയ്തതിനെ കൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ദുരന്തം ഈ മൈലക്കാട് ഉണ്ടാവാൻ കാരണം. ഒന്ന് ലാഭം, രണ്ട് പെട്ടെന്ന് അവർക്ക് പണി തീർത്ത് അവർക്ക് കയറി പോകുന്നതിന് വേണ്ടുന്ന ഒരു സംഭവമായിരുന്നു. വളരെ കൂടുതൽ ശ്രദ്ധിക്കണം. സർക്കാരിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ നിന്നും ഈ താഴ്വ ഘടകം വരെ ഇതിൻ്റെ ഈ വിഷയങ്ങൾ വളരെ കൂടുതൽ ഗഹനമായി പിന്നെ അത് ചിന്തിക്കുകയും അതനുസരിച്ച് വേണ്ടുന്ന നടപടികൾ എടുക്കുകയും വേണം. നമുക്കിവിടെ നേരത്തെ ഞങ്ങൾക്ക് നടന്നു തന്നെ പോകാൻ കഴിയുന്നില്ല. ഞങ്ങൾക്കൊരു ഉൾപ്പേടിയുണ്ട്. കാര്യം ഇതെങ്ങനെയെങ്കിലും ഒന്ന് മറിഞ്ഞു പോയാൽ ഞങ്ങളുടെ ഗതി എന്താവും. ദൈവം നമ്മളെല്ലാം കാത്തു. കാര്യം ഇത് അകത്തോട്ട് പിടിച്ചു. അപ്പം അത് ഉള്ളിൽ പിന്നെ അതിൻ്റെ മുകളിൽ ഈ മണ്ണിൻ്റെ ഗർത്തം താഴോട്ട് പിടിച്ച് ഇത് പൊട്ടിപ്പോയപ്പോഴത്തേക്ക് ഈ സാധനം മൊത്തം അങ്ങ് അകത്തോട്ട് പിടിക്കുക ചെയ്തു. ഇല്ലെങ്കിൽ ഇത് പുറത്തു പോവുകയും ഇവിടെ എല്ലാം നശിക്കും. ഭയങ്കര ദുരന്തം ഉണ്ടാവുമായിരുന്നു. ഞങ്ങൾ നേരത്തെ പരാതി ഇവിടെ പണിയുമ്പോഴേ ഞങ്ങൾ പറഞ്ഞു വന്നു, ഇങ്ങനെ ചെയ്ത് പണിഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഇതിൻ്റെ മേളിലൊരു സ്ലാബിൻ്റെ മുകളിൽ നിന്ന് ഇത് കെട്ടിക്കയറി പോയി കഴിഞ്ഞിരുന്നാൽ ഇത് തീർച്ചയായും അപകടം ഉണ്ടാവും. അത് ആരോടാ പറയുന്നത്? എല്ലാം വടക്കേ ഇന്ത്യക്കാർ, ഇത് പണിയുന്നവരുടെ അടുത്ത് എന്നിട്ട് നമ്മൾ ഏത് ഭാഷയിൽ സംസാരിക്കും? ഞങ്ങൾ രാഷ്ട്രീയക്കാരോടെല്ലാം സംസാരിച്ചു. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. എല്ലാവരും ഇതിനെക്കുറിച്ച് വളരെ പിന്നെ ഒരു നല്ല രീതിയിൽ ഇതിനൊരു ചിന്ത കൊണ്ടുവന്നതാണ്. എന്നിട്ട് ഇതങ്ങ് കളഞ്ഞു. അവസാനം ഇത് നഷ്ടപ്പെട്ട ചെയ്തു. സംഭവം നടക്കുമ്പോൾ ഞാൻ ഇതായി തൊട്ടടുത്ത് കാണുന്ന വീട്ടില് എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? ഇത് ഇവരെ ഇപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട് ഇവിടെ കണ്ട് രാത്രി മൊത്തം പണിയാണ്. വലിയ ഹെവി വണ്ടികൾ വന്ന്. അപ്പോൾ ഇവർ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ജങ്കാറിലെ മണലാണ് കൊണ്ടുവന്ന്, വേസ്റ്റ് മണ്ണ് കൊണ്ടുവന്ന് ഡബ് ചെയ്ത് വണ്ടി ഹെവി വെയിറ്റ് കൂടുമ്പം ഈ ഈ റോഡിൻ്റെ വ്യതിയാനം വന്നതാണ്. മറ്റേ വെള്ളക്കെട്ടുള്ളൊരു സ്ഥലം. അതവർക്ക് അത്ര നമ്മൾ പറഞ്ഞിട്ടൊന്നും അവർ ചെയ്തില്ല. ഇവിടെ ഞങ്ങൾ നാട്ടുകാരെല്ലാം പറഞ്ഞാൽ ഇങ്ങോട്ട് പൈലടിച്ച് വെക്കാൻ പറഞ്ഞതാണ്. പക്ഷെ അവരത് കേൾക്കാതെ നേരെ അങ്ങോട്ട് വെച്ച്. ഒരുപാട് പരാതി കൊടുത്തു. ഇവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായ സ്ഥലമാണ് അവിടെ വെള്ളം കെട്ടുന്ന സ്ഥലം. ഇവിടെ മുതൽ അവിടെ വരെ വെള്ളം കെട്ടുന്ന സ്ഥലമാണ്. അപ്പം ഒരുപാട് പരാതിയൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അവരത് ആ പരാതി കേട്ടില്ല. കേൾക്കാതെയാണ് നാട്ടുകാരെ ധിക്കരിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. നാട്ടുകാരെ നിലവിൽ ആവശ്യം എന്ന് വെച്ചാൽ അത് കണക്ക് സ്പാൻ എന്ന് വെച്ചാൽ അണ്ടർ പാസേജ് പോലെ അപ്പം പിന്നെ പില്ലറിനകത്ത് പണിയുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകത്തില്ല. എന്ന് വെച്ചാൽ പില്ലറാകുമ്പോൾ അവിടെ ഇവിടെ 4 സ്പാൻ വെച്ച് വയ്ക്കുമ്പോൾ അപകടങ്ങൾ കുറയും. പിന്നെ മന്ത്രി വന്നപ്പോഴും ഞങ്ങൾ സംസാരിച്ചായിരുന്നു. ബാലഗോപാൽ സാറിൻ്റെ അടുത്ത് സംസാരിച്ച്, ചിഞ്ചുറാണി മാഡം ഞങ്ങൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ പ്രേമേന്ദ്രൻ MP അടുത്തും പറഞ്ഞ്. അപ്പോൾ അത് പറഞ്ഞ് ഇതുപോലെ അണ്ടർ പാസേജ് വരുമെങ്കിൽ അത്രയും വെയിറ്റ് ഇല്ലാതെ പോവാം.
കാര്യങ്ങൾ ഇനിയിപ്പോൾ അല്ലെങ്കിൽ റോഡിൻ്റെ പണി തീരുമ്പോഴത്തേക്ക് അപകടങ്ങൾ ഒന്നും കൂടെ കൂടും. എപ്പോഴും ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത്. ഞങ്ങൾ നാട്ടുകാർ പറയാനുള്ളതെല്ലാം ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യ. ഇപ്പോൾ ഇത്രയും മണ്ണ് ഇത്രയും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് പിന്നെ കളക്ടറോട് സംസാരിച്ചപ്പോൾ ഇവിടെ പിന്നെ അത് കണക്ക് പാലമാണ് ഇപ്പുറത്തും പണിയുന്നതാ പറഞ്ഞത്. നിലവിലെ ഗതാഗത പ്രശ്നം നാട്ടുകാരെ നിലവിലെ ഗതാഗത പ്രശ്നം കുഴപ്പമില്ല, ബാധിക്കുന്നില്ല. ഇപ്പം കുഴപ്പമില്ല. ഇനിയിപ്പം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. വണ്ടി ഓടുമ്പോൾ ഇനി എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇത് ഹൈറ്റ് കൂടുന്തോറും നമ്മൾ പേടിച്ച് അവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് അറിയത്തില്ലല്ലോ. നമ്മൾ ഹൈറ്റ് കൂടുന്തോറും അന്ന് തന്നെ ഈ അപകടം ഉണ്ടാകുന്നതിൻ്റെ രാവിലെ തന്നെ റോഡ് പിന്നെ പൊളന്ന് രാവിലെ മുതലേ ചെറിയ രീതിയിലുള്ള പുലർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വൈകുന്നേരം ആയപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് ഇരുത്തി കൂടിയ. പിന്നെ ഈ ഓട തന്നെ ഇവർ പണിഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ റോഡിനോട് ചേർന്നാണ് പണിഞ്ഞിരിക്കുന്നത്. ഓടയ്ക്ക് ഇപ്പുറത്താണ് പിന്നെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഓടയ്ക്ക് അപ്പുറത്തിടണമായിരുന്നു. അപ്പുറത്തിട്ടെങ്കിൽ ഇത്രയും കുഴപ്പമില്ല. അഥവാ ഈ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ ഈ വെള്ളം കംപ്ലീറ്റ് ഇപ്പുറത്തോട്ടാണ് കയറുന്നത്. വീണ്ടും അത് റോഡിനെ ബാധിക്കും. ഈ ഓടയ്ക്ക് അപ്പുറത്തായിരുന്നു ഇപ്പോഴും ഇടുന്നത്. വീണ്ടും റോഡിന് ഈ ഓടയ്ക്ക് ഇപ്പുറത്താണ് പൈപ്പ് ഇടുന്നത്. പക്ഷെ അപ്പുറത്താണെങ്കിൽ ഇത്ര പ്രശ്നം വരത്തില്ല. ഭാവിയിൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ അത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പവർ എന്താണെന്നുള്ളത് അറിയാമല്ലോ. അത് കണക്കിരിക്കും. ഇനിയും എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. വീണ്ടും പൈപ്പ് ഇടുന്ന അത് കണക്ക് തന്നെ പൈപ്പ് ഇടുക. നിലവിൽ പരാതി പറഞ്ഞിട്ടും പരിഹാരം പരാതി പറഞ്ഞിട്ടുണ്ട്. ഇനി പരിഹാരം എന്താ അവർക്കല്ലേ അറിയാം. ബഹുമാനപ്പെട്ട കളക്ടർക്ക് ഞങ്ങൾ അന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. കളക്ടർ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഇനി എന്താണെന്നുള്ളത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു അപകടം ഒഴിവായി. ആ കിങ്സ് സ്കൂളിലെ 40 കുഞ്ഞുങ്ങളുമായിട്ട് വന്നതായിരുന്നു. അതെന്തായാലും ഒന്നും പറ്റാഞ്ഞത് വലിയൊരു ഉപകാരം. അവർ അപകടം സംഭവിച്ച ആ കുഞ്ഞുങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരുന്നത്, ഈ വീട്ടിലെല്ലാം കൊണ്ടുവന്ന് ഇരുത്തിയിരുന്നത്. എന്തായാലും ഇവിടെയൊക്കെ എല്ലാവരും വന്നിരുന്നു. എല്ലാവരും പേടിച്ചു പോയി. കുഞ്ഞുങ്ങളെല്ലാം പേടിച്ചു പോയി. ഇതിനകത്ത് ഇത്രയും ഹെവി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം, ഇതിൻ്റെ എഞ്ചിനീയറിംഗ് സെക്ഷനായിട്ട് പഠിച്ചിട്ടുള്ളവരാരെങ്കിലും ഇത് ഉത്തരവാദിത്തമായിട്ട് ഈ വർക്ക് തുടങ്ങിയ സമയത്ത് തന്നെ ഇത് കറക്റ്റായിട്ട് നോക്കിയല്ലേ ചെയ്യേണ്ടുള്ളത്. അങ്ങനെ ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഫാൾട്ടുകൾ എവിടെയും സംഭവിക്കത്തില്ല. ഈ റോഡിൻ്റെ ഏത് ഭാഗത്തും താന്നു പോകുന്ന ഭാഗങ്ങൾ, ചെളി അങ്ങനെയൊക്കെയുള്ള താന്നു പോകുന്ന സ്ഥലത്തിൽ പില്ലർ അടിയുന്നേ ചെയ്ത് അത് സ്ട്രോങ് ആണെന്ന് അത് കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൂടെ വെച്ച് നോക്കി വേണം ഇത്തരം റോഡുകൾ ചെയ്യണം. നമ്മളെ രാജ്യമെന്ന് പറഞ്ഞാൽ വികസന രാജ്യമാണ്. അപ്പം നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗങ്ങളിൽ തുടക്കത്തിൽ തന്നെ ഇതേപോലുള്ള ഫാൾട്ടുകൾ സംഭവിക്കാതെ ഇനിയെങ്കിലും റോഡുകൾ ചെയ്യുന്നത് വൃത്തിയായിട്ട് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് പരാതികൾ പല ഭാഗത്തും കംപ്ലൈൻറ്റുകൾ ഉണ്ടായിട്ട് പോലും ഈ റോഡിൻ്റെ കംപ്ലീറ്റ് ഇത്ര കിലോമീറ്റർ റോഡ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യണ്ടേ? അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളില്ലേ? അവരിത് ചെക്ക് ചെയ്ത് വേണം ഇത് ചെയ്യേണ്ടുള്ളത്. ഇത്ര 150 ടൺ വരെ വെയിറ്റ് ഇനി ഈ റോഡിൻ്റെ വേളയിൽ കൂടെ വണ്ടികൾ പോകണ്ടുള്ളത്. അപ്പോൾ ഇപ്പം തന്നെ റോഡിനകത്ത് മണ്ണിട്ട് ഇത് ചെയ്ത സമയത്ത് തന്നെ ഇത് ഇത്രയും പൊളിഞ്ഞ് താഴോട്ട് പോയി. അപ്പോൾ പിന്നെ ഇനി 150 ടൺ വെയിറ്റ് കൂടെ ഇതിൻ്റെ മേലെ കയറുമ്പോഴുള്ള സ്ഥിതി എന്തുമായിരിക്കും? അപ്പോൾ അത്തരം ഭാഗങ്ങൾ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ചെയ്യുമ്പം അത് അത്രത്തോളം വളരെ സേഫ്റ്റി ആയിട്ട് തന്നെ ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ ഇനിയെങ്കിലും ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആവർത്തിക്കില്ലേന്ന് ചോദിച്ചാൽ ഇത് ഞാനല്ലല്ലോ ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു ഇടത്ത് ആരാ ഇത് സംസാരിക്കേണ്ടുള്ളത്? ഇപ്പോഴത്തെ ഭരണത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ടത് ഭരിക്കുന്നവരാണ്. ആ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇത് സംസാരിക്കേണ്ടുള്ളത്. അതിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ കൊടുത്തിട്ടുണ്ടല്ലോ, അവരാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത്. അവർ ചെക്ക് ചെയ്തെങ്കിലല്ലേ ഇത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇനി ഫാൾട്ടില്ലാതെ ഇത് പണിയാൻ പറ്റൂ. ജോലി ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ അവരുടെ ആ വർക്കിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് അറിയത്തുള്ളൂ. അവരാ വർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ളവർ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് നോക്കേണ്ടുള്ളത്. ഇപ്പോൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത് കറക്റ്റ്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ വണ്ടി വരെ കണ്ടതിന് അടുത്ത് നിന്നതാണ്, ഞാനില്ലായിരുന്നു. ആ സമയത്താണ് ഇത്രയും ഒരു അപകടങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷെ അത് വളരെയേറെ കഷ്ടിച്ചാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ചെയ്യുന്ന വർക്കുകൾ ഇപ്പോൾ ഇനിയും ഇനിയിപ്പോൾ ഈ റോഡ് തീരാറായിരിക്കുക. ഇപ്പോൾ തീരാറാവുന്ന സമയത്ത് അവർ വീണ്ടും വളരെ സ്പീഡപ്പായിട്ട് ചെയ്യും. അപ്പോൾ അത് നമുക്ക് സ്പീഡല്ല ആവശ്യം, ഇത് വീണ്ടും കംപ്ലൈൻ്റ് ആവാതിരിക്കാനാണ് നോക്കേണ്ടത്. അതിന് 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം താമസിച്ചാലും അല്ലെങ്കിൽ 1 മാസം താമസിച്ചാലും ഈ റോഡ് ഇനി ചെയ്യുമ്പോഴെങ്കിലും വളരെ സേഫ്റ്റി ആയിട്ട് ചെയ്യുക. കാര്യം നമ്മളിപ്പോൾ ഒരു വർക്ക് തീരാറാകുമ്പോൾ എത്രയും പെട്ടെന്ന് തീർത്ത് നമ്മളെ വർക്ക് തീർന്ന് അതിൻ്റെ കോൺട്രാക്ടിൻ്റെ ജോലി തീർത്ത് നമുക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കും. അത് ഏതൊരു വർക്കിനകത്തും ഉള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മളെന്ത് വേണ്ടുള്ളൂ, അത്രത്തോളം ശ്രദ്ധിക്കുക. ഉത്തരവാദിത്തപ്പെട്ടവർ അത് ശ്രദ്ധിച്ച് കുറച്ച് ലേറ്റ് ആയാലും ചെയ്യേണ്ടുള്ള ജോലി വളരെ സേഫ്റ്റി ആയിട്ട് ചെയ്യുക. അത് 2026 റോഡ് തീർക്കുക എന്ന് പറഞ്ഞത് നമുക്ക് വീണ്ടും അപകടം ഉണ്ടാവാൻ വേണ്ടിയല്ലല്ലോ ഇത് തീർക്കേണ്ടുള്ളത്. ഇത് നമ്മൾ 2026 കഴിഞ്ഞാൽ ഇനിയും കാലങ്ങൾ ഇനി ഈ റോഡ് ഉപയോഗിക്കേണ്ടതല്ലേ നമ്മൾ.
2026 വന്ന് ഈ റോഡ് പണി തീർത്തതിന് ശേഷം വീണ്ടും എന്തെങ്കിലും ഇതേപോലെ സംഭവിച്ചാൽ വീണ്ടും റോഡ് പണി അവിടെ വീണ്ടും ബ്ലോക്ക് ആവില്ലേ? അപ്പം നമുക്ക് വേണ്ടുള്ളത് 2026 പണി തീർക്കുന്നതല്ല, ഈ റോഡിൽ ഇതേപോലെ ഇനി ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവാത്ത രീതി വളരെ സേഫ്റ്റി ആയിട്ട് ജോലി ചെയ്ത് അത് വൃത്തിയായിട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തപ്പെട്ടവരത് ശ്രദ്ധിച്ച് ചെയ്യുക. അന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ചെറിയ ശബ്ദം കേട്ടു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നോക്കിയപ്പോൾ കാണാൻ ഇനി ഇടിഞ്ഞു വരുന്നു. അപ്പോൾ ഒരു സ്കൂൾ ബസ് അതിൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്, റോഡിനടുത്ത്. സ്കൂൾ ബസ്സുകാരെന്തോ എന്നറിയാം പെട്ടെന്ന് നിർത്തി മാറ്റി. അപ്പോഴേ ഇടിഞ്ഞ് വീഴാൻ തുടങ്ങി. എല്ലാവരും 40 പിള്ളേർ വരുന്ന ആ കുഞ്ഞുങ്ങളും എല്ലാം കാർന്നതിനായിരുന്നു. വീഴാൻ കാരണം വേറൊന്നുമല്ല, ഈ റോഡ് നിർമ്മാണത്തിൻ്റെ അപാകത തന്നെയാണ്. സ്ട്രൈറ്റ് ആയിട്ട് ഈ സ്ലാബുകൾ വെച്ച് ഈ സ്ലാബുകൾ താന്നു പോയ എന്താ അവസ്ഥ? ഇപ്പോൾ ഈ കാണിക്കുന്ന സ്ലാബ് കണ്ടില്ലേ നിങ്ങൾ? ഈ സ്ലാബുകൾ താണ്ട 3 അടി സ്ക്വയർ വീതമുള്ള ഇതിങ്ങനെ നിരത്തി വെച്ചിരുന്നാൽ മേളിൽ കൂടെ ഗതാഗതം വന്നു കഴിഞ്ഞാൽ ഈ വാഹനങ്ങളുടെ ഭാരം കൊണ്ടും സഞ്ചാരം കൊണ്ടും മണ്ണ് താന്നോട്ട് പോകും. ഈ താഴ് മുമ്പേ സൈഡിലോട്ടല്ലേ ഇടിയത്തുള്ളൂ. ഈ സ്ലാബുകൾ കൊണ്ട് സൈഡ് മറച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭരണകക്ഷിയുടെ ആയാലും പ്രതിപക്ഷത്തിൻ്റെ ആയാലും അഴിമതിക്ക് കൂട്ടി ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. ആറ്റെങ്കിലും കൊല്ലത്തിനും ഇടയിൽ വാഹനാപകടങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് പോലീസ് റെക്കോർഡുകൾ പോയി പരിശോധിച്ചറിയാം ഈ കലങ്ങിൻ്റെ അടുത്താണ്. 1000കണക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ചേട്ടനാണോ പരാതി കൊടുത്തത്? ഈ 6 മാസത്തിന് മുമ്പ് പരാതി ഞാൻ കൊടുത്തായിരുന്നു. സിത്താര ജംഗ്ഷനിൽ അപ്പുറം യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന് കളക്ടർ വരെ വന്ന് അന്വേഷിച്ചായിട്ട് പത്രങ്ങളിൽ വാർത്തയും വന്നതാണ്. ആ സമയത്ത് ഞാൻ അങ്ങോട്ട് പോയില്ല. ആർക്ക് പരാതി കൊടുത്തിട്ടും യാതൊരു പ്രയോജനമില്ല. അത് ഈ റോഡിൻ്റെ ഇത് കണ്ടുപിടിച്ചവർ ആദ്യമായിട്ട് ഇത്രയും ഉയരത്തിൽ മണ്ണിട്ട് നികത്തിയാൽ താണാൽ ഈ സൈഡിലെ സ്ലാബുകൾ ഇളകുമെന്ന് അറിയാൻ വയ്യാത്തത്. ഇത് ഡിസൈൻ ചെയ്ത എഞ്ചിനീയർ ഏലമനോ ആയിക്കോട്ടെ, ഒന്ന് അയാളുടെ കുഴപ്പം. പിന്നെ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഇവിടെ ഭരണകക്ഷിക്കും കുഴപ്പമില്ല, പ്രതിപക്ഷത്തിനും കുഴപ്പം. അതായത് രാഷ്ട്രീയക്കാർക്ക് ആർക്കും ഒരു പരാതിയില്ല. കാര്യം കോൺട്രാക്റ്റും അവരുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഗതാഗതം 2-3 ദിവസം കൊണ്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. കാൽനട യാത്രയ്ക്ക് പോലും ബുദ്ധിമുട്ട്. ഇവരെന്തുവാ ഇത് ഉണ്ടാക്കുന്നത്? പൊതുഖജനാവിലെ കാശ് മോട്ടിക്കാനും വെട്ടിക്കാനും തട്ടിക്കാനുള്ളൊരു പരിപാടി. അവർ ഭരണകക്ഷിയെ പ്രതിപക്ഷമൊന്നുമില്ല അവർക്ക്. ആണെങ്കിൽ ഇത് ഇത്രയും ചെയ്യൂ? 50 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലോറി മറിഞ്ഞ് മൈലക്കാട്ടുള്ള വണ്ടി മറിഞ്ഞ് ഒറ്റ സ്പോട്ടിൽ ആളുണ്ടെന്ന് ചത്തതാണ്. പിന്നെ പോലീസിൻ്റെ റെക്കോർഡ് എടുത്ത് നോക്കിയാൽ കൊല്ലത്തിനും ആറ്റങ്കലിനും ഇടയിൽ ഏറ്റവും കൂടുതൽ ആക്സിഡൻ്റ് ഉണ്ടാകുന്നതും ആക്സിഡൻ്റ് ഉണ്ടായ ആൾ മരിച്ചിട്ടോ ഈ ഏരിയയിൽ. നിർമ്മാണത്തിൻ്റെ അപാകത മാത്രമല്ല, ഈ റോഡിൻ്റെ ഈ എന്താ അതിന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഡിസൈൻ ചെയ്ത എഞ്ചിനീയറെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കെട്ടിയിരുന്ന ഇവിടെ അലച്ചരിച്ച് വയ്ക്കണം. ഈ സ്ലാബുകൾ ഓരോന്ന് എപ്പോൾ വീഴുമെന്ന് അങ്ങനെ അറിയാം. ഇതിപ്പോ രാവിലെ ആയതുകൊണ്ടാണോ വലിയൊരു അപകടം ഒഴിവായത്? രാവിലെ ആയതുകൊണ്ട് മാത്രമല്ല, ആ ബസ്സുകാരൻ ഡ്രൈവർ ബുദ്ധിപരമായി വണ്ടി മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങോട്ട് വണ്ടി പോകത്തില്ല. ഇല്ല കാൽനടക്കാരായ എന്നെ പോലുള്ളവരെന്നെ എത്രണ്ണം തീർന്നതിന്. ഇപ്പം കാരണം കൊണ്ട് രാഷ്ട്രീയക്കാർക്ക് കാൽനടക്കാരില്ല കൂടുതലും. അവർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവർക്ക് ഉന്നതമായ വണ്ടികളും ഹെലികോപ്റ്ററും ഒക്കെ ഉണ്ടല്ലോ യാത്ര ചെയ്യും. തക്കാലം ഞാൻ ഇത്രയും പറയുന്നുള്ളൂ, മനസ്സിലായില്ലേ? കുറച്ചുകൂടെ കഴിഞ്ഞ് നോക്കട്ടെ. പൊതുജനങ്ങളുടെ വികാരം അവർ പിന്നെ മനസ്സിലാക്കിക്കൊള്ളും.